നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നില്ലേ, കൺദൃഷ്ടിദോഷം, വിളിദോഷം, പല അങ്ങനെ ദോഷങ്ങളൊക്കെ ശരിക്കും ഇവർ പറയുന്നുണ്ട്. ശരിക്കും ഇത് യാഥാർത്ഥ്യമാണോ എനിക്ക് അതറിയില്ല. ഞാൻ ഇതിൽ അധികം വിശ്വസിക്കാറില്ല. പിന്നെ ചിലരുടെ വിശ്വാസത്തിന് നമ്മൾ ചോദ്യം ചെയ്യണ്ടല്ലോ. ചിലരുടെ ജീവിതത്തിൽ ചില വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നടന്നോട്ടെ, അവരെ നമ്മളെ ചോദ്യം ചെയ്യാനില്ല. പക്ഷേ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു വ്യക്തി, അയാൾ ഇടയ്ക്ക് മദ്യപിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ സന്തോഷമായാലും സങ്കടമായാലൊക്കെ കൂട്ടുകാരൊക്കെ ചേർന്ന് മദ്യപിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ മകളുടെ ഒരു കല്യാണം കഴിഞ്ഞു. പാവപ്പെട്ട ഫാമിലിയാണ്, പാവപ്പെട്ട ഇടത്തരം ഫാമിലിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എല്ലാവരുടെ ബന്ധുക്കളെ എല്ലാവരും കൂടെ സഹായിച്ച് വിവാഹം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ കുറച്ച് മദ്യപാനം കൂടി. പിന്നെ പെട്ടെന്നായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ ആഘോഷം, അതിന് മദ്യം കഴിച്ചു, ഒരുവിധം നന്നായിട്ട് കഴിച്ചു. പിന്നെ ഈ മദ്യം ഇങ്ങനെ കഴിച്ച് വന്നപ്പോൾ അയാളുടെ ലിവറിൽ എന്തോ ചെറിയ തകരാറ് പറ്റിയിരിക്കാം. ക്ഷീണം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും മദ്യം കഴിച്ച് അവസാനം അങ്ങേര് കരളിന് ഗുരുതരമായ അസുഖം ബാധിച്ചു ഹോസ്പിറ്റലായി. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അസുഖം ഉണ്ടായി. എങ്ങനെ ഉണ്ടായിരുന്നു, ഈ കല്യാണം തിരക്കിൽ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അവർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ അവരും ബുദ്ധിമുട്ടായി, ഇങ്ങേരും ഹോസ്പിറ്റലായി. അപ്പോൾ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, മദ്യപാനം കൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്, ഇത് വിളിദോഷമാണ്, നമ്മളെ കൂട്ടത്തിലെ ആളുണ്ടല്ലോ, നമ്മളെ ആൾക്കാരൊക്കെ ഞാൻ നന്നാവുന്ന കണ്ടുകൂടാ, അങ്ങനെ അത് വിളിദോഷമാണ്, അതാണ് ഇതിങ്ങനെ പറ്റിയതെന്ന് പറയും. ഇപ്പൊ ഇത് പോയവരൊക്കെ ബന്ധുക്കളാണ്. അപ്പോൾ ബന്ധുക്കൾ ആരൊക്കെയാണ് ഇങ്ങനെ വിളിദോഷം വരുത്തി അങ്ങനെ കഷ്ടത്തിലാക്കി എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നത്. അതും ചിലരൊക്കെ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെ വിശ്വസിക്കാറില്ല. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിച്ചിട്ട് പോട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത്, ആരുടെ വിശ്വാസം ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. എൻ്റെതായ ചില തീരുമാനങ്ങളും കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. എനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇതിലൂടെ വലിയ വിശ്വാസം ഇല്ല. പിന്നെ ഈ പണ്ടൊക്കെ ഈ കോലം വെക്കാറുണ്ട്, ഈ വയലുകളിലൊക്കെ കോലം, അത് കൺദിഷ്ടി ദോഷം എന്നാണ്, ദോഷത്തിന് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്, അവിടെ മൃഗങ്ങളുടെ ശല്യം, പശു ആടുകളൊക്കെ പോയി കൃഷിസ്ഥലത്ത് മേയാതിരിക്കാൻ ഒരു ആൾരൂപം കെട്ടിവെക്കുമായിരുന്നു. പിന്നെ അത് കൺദിഷ്ടി ദോഷമായിരുന്നു. പിന്നെ പല വീടുകളിൽ ഇപ്പോൾ ഇതേപോലെ ദൃഷ്ടിദോഷത്തിന് ഈ പല ചെറിയ പ്രതിമകൾ അങ്ങനെയൊക്കെ വയ്ക്കാറുണ്ട്, ചിത്രങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, അവരുടെ വിശ്വാസം അതാണെങ്കിൽ വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഈ വിശ്വാസം ഇല്ലാത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മളും കൂടെ പെരുമാറണം. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ശത്രുവായി മാറും. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. എങ്ങനെ സംസാരിക്കണം എന്ന് വെച്ചാൽ, അവരുടെ ഒരു ജോലിയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു ജോലി ചെയ്ത് അത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാതിരിക്കുക അവരോട്. പിന്നെ അവരൊരു നല്ല ഷർട്ട് കൊള്ളാൻ എനിക്ക് യോജിക്കണോ എന്ന് സാധാരണ പറയുന്നത് പോലെ അവരോട് ഇങ്ങനെ വിശ്വാസമുള്ളവർക്ക് അമിതമായി വിശ്വാസമുള്ളത് പറയാതിരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും നാളെ ജലദോഷമോ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം പറയും, ഇയാള് ഇന്നലെ ഇങ്ങനെ കൺവെച്ചുകൊണ്ട് പോയി, ഇവനെ എന്തെങ്കിലും ഒരു വല്ലാത്ത ദുഷ്ടനാണ്, അല്ലെങ്കിൽ ആരും നന്നാവുന്ന കണ്ടുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ അയാൾ മനസ്സിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ജ്യോത്സ്യര് പറഞ്ഞതാണ്, ജ്യോത്സ്യരാണ്, പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, ഈ ശത്രുദോഷം ഇങ്ങനെ കൺദിഷ്ടി ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ അതിർത്തിയിലൊക്കെ നമുക്ക് ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ചെടുത്ത് അതിർത്തി നിർത്താൻ പോരെ. ഈ മറ്റു ശത്രു രാജ്യങ്ങളിലൊക്കെ കൺപെട്ടുകൊണ്ടിരുന്നാൽ അവർ നശിച്ചു പോവില്ലേ. പിന്നെ നമ്മൾ എന്തിനാ ഈ ആണവായുധം മറ്റേതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒന്ന് രണ്ടു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യം ഇതൊക്കെയാണ് അല്ലെ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് എൻ്റെ പേരിൽ ആരും കുതിര കയറരുത്. ഞാൻ എടുത്തു പറയാണ്, നിങ്ങൾക്ക് വിശ്വാസമുള്ളത് ചെയ്യുക.
നല്ല വിശ്വാസമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലത് തിരിച്ചറിയുക. വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട്, വിശ്വാസമുള്ളവരും ഉണ്ട്, എന്തിൻ്റെയും. അപ്പോൾ അത് നല്ലതെന്ന് തോന്നി നിങ്ങൾ പ്രവർത്തിക്കുക. ഇത്ര മാത്രമേ പറയുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.